പ്രതീക്ഷയുണ്ട്. അത് വർക്ക് ചെയ്യുന്ന പറഞ്ഞൊരു ക്യാരക്ടർ. ഇത് രശ്മിയാണ്. രശ്മി BSNL വർക്ക് ചെയ്യാണ്, ഡാൻസറാണ്. മോള് ഇന്ന് കോളേജിൽ പോയത് കമ്മ്യൂണിക്കേറ്റ് തോന്നില്ല. സിനിമകളൊക്കെ കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് സൈഗാളിലെ ക്യാരക്ടറാണ് ഏറ്റവും ഇഷ്ടം. സൈഗാൾ പാടുകയാണ് CP സാറിന്റെ പടം, അതിലാണ് ഏറ്റവും ഇഷ്ടം. അത്തരം ക്യാരക്ടർ കാണാനാണോ ആഗ്രഹം? ചേട്ടൻ അങ്ങനെ കാണാനാണോ ആഗ്രഹം ഏറ്റവും കൂടുതൽ? നിങ്ങൾ കാണൂലേ? എന്നിട്ട് കാണാം. അതാ ഈ ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് ഭയങ്കര ഫിസിക്കലി കൂടി കുറച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ. കുറച്ചുകൂടി ഫിസിക്കലായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താനുള്ള അത് എത്ര നടത്തങ്ങൾ കാണിച്ചു കൊടുത്തു സാർ? ശരിക്കും അത് അങ്ങനെ സംഭവിച്ചായിരുന്നു. സാഗർ ശരിക്കും ഈ സബ്ജക്റ്റ് പറഞ്ഞ് തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു ആക്ടേഴ്സിനെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. നിങ്ങളും കണ്ടല്ലോ, ഒരു ഇന്ദ്രൻസിൻ്റെയും വേറൊരു ഇന്ദ്രൻസ്, വേറൊരു മുരളി ഗോരി, അത് വേറെ വേറൊരു ലയമാണ്. ഇനി കാരണം വെച്ചാൽ ഒരു കുടുംബമായി വേറൊരു ജോണറിൽ ആസ്വദിക്കാൻ പറ്റും. അജിത് വിനായക ഫിലിംസ് ഗഗനചാരി വന്നു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇവരുടെ സിനിമകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ രണ്ട് സിനിമകൾ അടുത്തടുത്തുള്ള ഈ രണ്ട് സിനിമകൾ വരുന്ന രണ്ട് സിനിമകൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ സിനിമകൾക്ക് കൈ കൊടുക്കാൻ തയ്യാറാവുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നത് ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരു ഭാഗ്യം തന്നെയാണ്, ഇൻഡസ്ട്രിക്ക് ഒരു ഭാഗ്യം. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭയങ്കരമായിട്ട് ആക്ടേഴ്സിനെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ച ഒരു സിനിമയല്ലേ. ഒരു അതെന്തായാലും എനിക്ക് തോന്നുന്നു സിനിമ തിയേറ്ററിൽ വന്ന് ഇതിൻ്റെ ഈ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതിനിയും പ്രേക്ഷകരെല്ലാവരും കണ്ട് അതുപോലുള്ളൊരു വിധി എഴുതിയാൽ വളരെ സന്തോഷം. ഇതൊരു നന്നായിട്ട് കാണാത്തൊരു ജോണർ തിയേറ്ററിലേക്ക് വന്ന് തന്നെ ഈ സിനിമ കാണുന്നത്, കാരണം അത്രയും വലിയ എഫേർട്ട് ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് കുടുംബമായിട്ട് ആസ്വദിക്കാൻ കഴിയും. രണ്ട് എന്താ പറയുക, കനകരാജ്യം തന്നെ ഉണ്ടാവട്ടെ. ശരി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്താണ് അഭിപ്രായങ്ങളൊക്കെ? ഇതിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണ് അഭിപ്രായങ്ങളൊക്കെ പ്രേക്ഷകരുടെ? നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. ശരിക്കും ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിയാൽ ശരിക്കുള്ള അഭിപ്രായം വളരെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ആസ് ഓഫ് നൗ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോറി ലൈനിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് ഏത് ജോണിലും